ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഈ നിമിഷത്തിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മഴ തകർത്തു പെയ്യുകയാണ്. ചിലയിടങ്ങളിൽ റോഡുകൾ വെള്ളത്തിനടിയിലായി. ചില കുടുംബങ്ങൾ സ്വന്തം വീടുകൾ വിട്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുകയാണ്. രക്ഷാപ്രവർത്തകർ രാവും പകലും ജോലി ചെയ്യുകയാണ്. ഈ മഴ ഒരു കാലാവസ്ഥ വാർത്ത മാത്രമല്ല, ചില കുടുംബങ്ങൾക്ക് ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. പക്ഷേ ഈ മഴയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണ്? എന്തുകൊണ്ടാണ് അധികൃതർ വീണ്ടും വീണ്ടും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നത്? അടുത്ത 10 മിനിറ്റിൽ കേരളത്തിലെ ഇപ്പോഴത്തെ മഴയുടെ യഥാർത്ഥ ചിത്രം, അപകട സാധ്യതകൾ, സുരക്ഷാ നിർദ്ദേശങ്ങൾ, ഈ മഴയെ അതിജീവിക്കാൻ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് പരിശോധിക്കാം. അവസാനം വരെ വീഡിയോ കാണുക, കാരണം ഈ ഒരു വിവരം പോലും ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം. കേരളം വീണ്ടും മഴയുടെ ശക്തി നേരിടുകയാണ്. രാവിലെ ഉണർന്നപ്പോൾ പല വീടുകളുടെയും മുറ്റത്ത് വെള്ളം, പല റോഡുകളും വെള്ളത്തിനടിയിൽ, മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ തുടർച്ചയായി മാറുകയാണ്. അധികൃതർ ജനങ്ങളോട് ഒരു വാക്ക് മാത്രം പറയുന്നു: ജാഗ്രത. ഈ മഴ ഒരു സാധാരണ മഴയല്ല. അടുത്ത ഏതാനും മണിക്കൂറുകൾ കേരളത്തിന് നിർണായകമായേക്കാം. മഴ എന്തുകൊണ്ട് ശക്തമാകുന്നു? 1 മണി മുതൽ 3 മണി വരെ അറബിക്കടലിൽ നിന്ന് ശക്തമായ ഈർപ്പമുള്ള കാറ്റ് കേരളത്തിലേക്ക് ഒഴുകുകയാണ്. അതോടൊപ്പം അന്തരീക്ഷത്തിലെ അനുകൂല സാഹചര്യങ്ങളും ചേർന്നതോടെ വ്യാപക മഴ തുടരുകയാണ്. ഇടിമിന്നലും ശക്തമായ കാറ്റും പല ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി 3:30 to 5:30 വരെ എല്ലാ പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. ചില റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെടുന്നു. നദികളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ തീരപ്രദേശങ്ങളിലെയും നദീതീരങ്ങളിലെയും ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും തുടരുകയാണ്. അധികൃതരുടെ മുന്നറിയിപ്പ്: അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. മലയോര മേഖലയിൽ യാത്ര പരമാവധി ഒഴിവാക്കുക. കുട്ടികളെയും പ്രായമായവരെയും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ ചുവട്ടിലും തുറസായ സ്ഥലങ്ങളിലും നിൽക്കരുത്. പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. കേരളം മുമ്പും കണ്ട പരീക്ഷണങ്ങൾ. കേരളം മുമ്പും വലിയ പ്രളയങ്ങൾ, ശക്തമായ മഴയും അതിജീവിച്ചിട്ടുണ്ട്. ഓരോ തവണയും ജനങ്ങൾ ഒരുമിച്ച് നിന്നു. രക്ഷാപ്രവർത്തകർ രാവും പകലും പ്രവർത്തിച്ചു. പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഐക്യവും ജാഗ്രതയും എത്ര പ്രധാനമാണെന്ന് കേരളം വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. മഴയെ നമുക്ക് തടയാനാവില്ല, പക്ഷേ ജാഗ്രതയോടെ ജീവൻ സംരക്ഷിക്കാം. ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളം ഈ മഴക്കാലവും അതിജീവിക്കും. എന്നാൽ ഓരോരുത്തരെയും ജാഗ്രതയാണ് അതിന് ഏറ്റവും വലിയ ശക്തി. സുരക്ഷിതമായിരിക്കുക. നന്ദി.